ഹേയ് ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് പറയാൻ വന്ന കഥ ഒരു പെട്ടെന്നുണ്ടായ യാത്രയെ പറ്റിയാണ്. നിലമ്പൂർ വഴി നാടുകാണി ചുരമാണ് ഞങ്ങൾ പോയത്. നൈറ്റ് ഒരു 8 മണി ആയിട്ടുണ്ടാവും നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം. അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ പിന്നെ എനർജി റീസ്റ്റോർ ചെയ്യുന്നുണ്ടായിരുന്നു. അരീക്കോട് എത്തിയപ്പോൾ ഒരു ചായ സ്പോട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് 2-3 ഐറ്റം ബജ്ജി ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെയുള്ള ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ചിക്കൻ കബാബും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം ചുരം കയറി തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ റോഡിൽ അങ്ങനെ റഷ് ഇല്ലായിരുന്നു, ബൈക്കൊക്കെ കുറവായിരുന്നു. അപ്പം ഡ്രൈവ് നല്ല സ്മൂത്തായിട്ട് പോയി. ഞങ്ങൾ 3 ടീംസും ബൈക്കിനാണെങ്കിൽ കൂടി നല്ല പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തിട്ടാണ് ട്രിപ്പ് പോയത്. നൈറ്റ് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ചുരം കയറി ഏകദേശം പകുതിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ലപോലെ തണുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വണ്ടി സൈഡാക്കി വീണ്ടും ഒരു ചായ കുടിച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഫുള്ള് ചായ കുടിക്കാൻ പോയ പോലെയാണല്ലോ. യൂഷ്വലി ഞാനൊരു ചായ ഫാനല്ല, പക്ഷേ ഈ ഒരു തണുപ്പത്ത് എത്ര ചായ കിട്ടിയാലും നമ്മൾ കുടിക്കും. ഇപ്പോൾ നമ്മൾ ചുരം കയറി തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ റിമൈൻഡിങ് ബോർഡ്സൊക്കെ ഉണ്ട്. ഈ ബോർഡ്സിൻ്റെ പിന്നിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ലാസ്റ്റ് പറയാം. പിന്നെ നമ്മൾ സ്ഥിരം ബൈക്ക് ട്രിപ്പിൽ കാണുന്ന ഒരു കാഴ്ചയാണത്, വണ്ടി ഓട്ടി പഠിപ്പിക്കൽ. അതും സൈഡിൽ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഇതാണ് കേട്ടോ. ഇടയിൽ വെച്ച് ഇവരെ നമ്മൾ കണ്ട്. ആദ്യം കണ്ടപ്പോൾ ഒന്ന് സ്റ്റക്കായി. പിന്നെ കുറച്ച് നേരം ഓരോ തന്നെ ഇങ്ങനെ നമ്മൾ നോക്കി നിന്ന്. അപ്പോൾ നമുക്ക് വഴി മാറി തന്നു അങ്ങോട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ താമരശ്ശേരി ചുരം വഴിക്കാണ് വന്നത്. ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ. ഇവിടെ ഒരു തല്ലായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. കാരണം എല്ലാവരും നല്ല വിശന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച്